ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലിക്വിഡിറ്റിയെ സംബന്ധിച്ചാണ്. അതായത് എങ്ങനെയൊക്കെയാണ് ലിക്വിഡിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഒരു ട്രാപ്പിൽ നിന്നും, അതായത് ബാങ്ക്സ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രാപ്പിൽ നിന്നും എങ്ങനെ നമുക്ക് എസ്കേപ്പ് ആവാം എന്നുള്ള കാര്യമൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലിക്വിഡിറ്റിയെ സംബന്ധിച്ച് വളരെയധികം, അതായത് ലിക്വിഡിറ്റി എത്ര ടൈപ്പ് ഉണ്ട്, ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റിൽ ഈ ലിക്വിഡിറ്റി വർക്കാവുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ, ഒരു ട്രേഡ് എടുക്കുന്നതിലുപരി ഒരു എൻട്രി എടുക്കുന്നതിലുപരി ഒരു എൻട്രി നെഗറ്റീവ് സൈഡിലോട്ട് പോവുക, അതായത് നമ്മൾ വിചാരിക്കുന്ന വ്യൂവിന് ഓപ്പോസിറ്റായിട്ട് പോവുക. ആ ഒരു ഓപ്പോസിറ്റായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു എൻട്രി എങ്ങനെ നമ്മൾ ആ എൻട്രി അവോയ്ഡ് ആക്കും, അതായത് ഒരു ട്രാപ്പാണ് എന്ന് മനസ്സിലാക്കി എങ്ങനെ നമുക്ക് അതിൽ നിന്നും അവോയ്ഡ് ആവാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സ്മാർട്ട് മണി മാനിപ്പുലേഷൻ മെത്തേഡ്സ്, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ലിക്വിഡിറ്റി, ഡൈനാമിക് ലിക്വിഡിറ്റി, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലിക്വിഡിറ്റി പാറ്റേൺസ് ആൻഡ് സിനാരിയോസ്, അതുപോലെ ഹൗ ടു അവോയ്ഡ് യുവർ സെൽഫ് ഫ്രം ഫാളിങ് ഇൻ ടു ട്രാപ്പ് ഓഫ് സ്മാർട്ട് മണി. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലിക്വിഡിറ്റിയെ പറ്റി ഒരു ഡീപ്പായിട്ടുള്ള ഒരു അനലൈസേഷൻ. അപ്പം ബേസിക്കായിട്ടുള്ള ഒരു സ്മാർട്ട് മണി എങ്ങനെയാണ് ഇത് വർക്കാവുന്നത് എന്നുള്ള കാര്യം നോക്കാം ഫസ്റ്റ്. അതായത് മാർക്കറ്റിൽ കുറച്ച് ഓർഡറുകൾ ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പർച്ചേസ് ചെയ്യണം. അപ്പം അത്രയും ഓർഡേഴ്സ് അവിടെ കാണണം എന്നില്ല. അത്രയും ഓർഡേഴ്സ് അവിടെ കാണണം എന്നില്ല. അങ്ങനെ ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? അതായത് ഇപ്പം ബാങ്കുകൾ കുറച്ച് ഓർഡേഴ്സ് ബൈ ചെയ്യണം. അങ്ങനെ ബൈ ചെയ്യണമെങ്കിൽ അത്രയും ഇപ്പം വലിയ മില്യൺ കണക്കിന് ഡോളേഴ്സ് ഉപയോഗിച്ചാണ് ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ നിന്നും ഓർഡേഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഓർഡേഴ്സ് അവിടെ കാണണം എന്നില്ല. അങ്ങനെ ഇല്ലാത്ത സമയം എന്ത് സംഭവിക്കുന്നത്? ബൈ ചെയ്തവരെ സ്റ്റോപ്പ് ലോസ് എടുപ്പിച്ച് അവിടെ ഓർഡേഴ്സ് ഉണ്ടാക്കുക. ശേഷം ആ ഓർഡേഴ്സ് ബാങ്കുകൾ പർച്ചേസ് ചെയ്ത് മുകളിലോട്ട് പമ്പ് ചെയ്യിപ്പിക്കും. അതായത് അങ്ങനെയുള്ള ആ ഒരു ടൈമിൽ, അതായത് സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കുക, അതാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത്രയും ഓർഡേഴ്സ് വേണമെങ്കിൽ എന്ത് വേണം? ആ സ്റ്റോപ്പ് ലോസുകൾ ട്രിഗർ ചെയ്യിക്കണം. എന്നാലേ അവിടെ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് പോലുള്ള വലിയ വലിയ മില്യൺസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഫസ്റ്റ് വൺ ലിക്വിഡിറ്റി എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ അറിയണം. അതായത് ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് ലിക്വിഡിറ്റി, അതുപോലെ സെക്കൻഡ് വൺ ഡൈനാമിക് ലിക്വിഡിറ്റി. എന്താണ് ഈ സ്റ്റാറ്റിക് ലിക്വിഡിറ്റി? സ്റ്റാറ്റിക് ലിക്വിഡിറ്റിയിൽ മെയിനായിട്ട് വരുന്നത് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ആയിട്ടുള്ള FEGയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിട്ടുള്ള ഹൈസും ലോസും ആണ്. ഡൈനാമിക് ലിക്വിഡിറ്റിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഡൈനാമിക് ലിക്വിഡിറ്റി റെഫേഴ്സ് ടു ദ ഫീച്ചേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ മാർക്കറ്റ് ഡിറക്ഷൻ ആൻഡ് മൂവ്മെൻറ്റ്. ഇൻ അതർ വേർഡ്സ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡ്രൈവ് മാർക്കറ്റ് മൂവ്മെൻറ്റ്. അതായത് ഡൈനാമിക് ലിക്വിഡിറ്റിയിൽ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി റേഞ്ചസായ FEGസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസായ ഹൈസും ലോസും നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. എന്താണ് ഒരു മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു ഹൈ ഉണ്ടാക്കുന്നു, മാർക്കറ്റ് ലോ ഉണ്ടാക്കുന്നു, ഹൈ ഉണ്ടാക്കുന്നു, ലോ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ലോ ഉണ്ടാക്കുന്നു, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താണ് ഇവിടെ മാർക്കറ്റ് എന്താണ് ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നൊരു മാർക്കറ്റാണ്. അപ്പം മാർക്കറ്റിൽ ഈ ഒരു ഹൈ ആണ് ആ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി റേഞ്ച്. അതുപോലെ തന്നെ ഈ ലോയും ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി റേഞ്ചായിട്ട് വരും. അപ്പം അതിനിടയിലുള്ള നമുക്കറിയാം ഒരു മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് ഒരു ഹൈ അല്ലെങ്കിൽ ഒരു ലോ അല്ലെങ്കിൽ ഒരു ലോവർ ലോ ഒരു ലോവർ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനിടയിൽ FEGസും കാര്യങ്ങളും ഒക്കെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയുള്ള ആ ഒരു FEGസിനെ നമുക്ക് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി റേഞ്ചിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഡൈനാമിക് ലിക്വിഡിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് FEG അല്ലെങ്കിൽ എന്തുകൊണ്ട് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. നിങ്ങൾ കറക്റ്റായിട്ട് മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഈ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഇതിങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം.
ഓക്കെ, നമ്മൾ ഡൈനാമിക് ലിക്വിഡിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അവിടെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി റേഞ്ചായ FEGs അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി റേഞ്ചായ ഹൈസ് അല്ലെങ്കിൽ ലോസ്. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു 2 ഡയറക്ഷനിൽ, ഓക്കെ, ഇൻറ്റേർണൽ ലിക്വിഡിറ്റി അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസ് ഇതിങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് മാർക്കറ്റ് എവിടൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നു, എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അല്ലാതെ മാർക്കറ്റിൽ ചുമ്മാ ഓരോ റേഞ്ചസ്, ഓക്കെ, അല്ലെങ്കിൽ വെറുതെ കുറച്ച് FEGs അങ്ങനെയൊന്നും നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് അതിൻ്റേതായ കാരണങ്ങളും റൂൾസും എല്ലാം വേണം, എന്നാലേ ആ ഒരു എൻട്രി വർക്കൗട്ട് ആവത്തുള്ളൂ. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. മാർക്കറ്റ് ഇന്ന റേഞ്ചിൽ നിങ്ങളൊരു പ്രൈസ് റേഞ്ചിൽ ഒരു എൻട്രി നിങ്ങൾ വെച്ചു. ഓക്കെ, ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു എൻട്രി നിങ്ങളിങ്ങനെ നോക്കി വെച്ചു. ഓക്കെ, ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും, ഓക്കെ, അല്ലെങ്കിൽ ഒരു കീ ലെവൽസ്. മാർക്കറ്റ് ആ ഒരു റേഞ്ചിലോട്ട് ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ ഒരു ഷോർട്ട് പൊസിഷനാണ് എന്ന് വിചാരിക്കുക. മാർക്കറ്റ് താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു മൂവ്മെൻറ്റും അതിനകത്തുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാം എന്നുള്ളൊരു ചിന്ത കൂടി ചിലപ്പം വരാം. ഓക്കെ, അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ, ഓക്കെ, അതായത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കി, ഓക്കെ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം മുമ്പിലോട്ട് പോകുമ്പോൾ അതൊക്കെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോവുക, ഇപ്പോൾ ഒരു ഷോർട്ട് പൊസിഷൻ വെച്ചിരിക്കുക. ഓക്കെ, മാർക്കറ്റ് ആ ഒരു റേഞ്ച് വരെ എത്തുമ്പോൾ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെയും വരാം. ഓക്കെ, നമ്മൾ ഒരു പക്ഷേ ആ ഒരു എൻട്രി എടുക്കാതിരിക്കുമ്പോൾ മാർക്കറ്റ് ആ ഒരു റേഞ്ചിനെ റെസ്പെക്റ്റ് ചെയ്യാണ്ട് പോകുമ്പോൾ, ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു എൻട്രി എടുക്കാതിരിക്കുന്നത് നമ്മളെ കഴിവാണ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഡൈനാമിക് ലിക്വിഡിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ, ഈ ഒരു 2 ഡയറക്ഷനിൽ മാർക്കറ്റ് ഒരു ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസായ ഹൈസ് അല്ലെങ്കിൽ ലോസ് അതുപോലെ തന്നെ FEGs ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ മാർക്കറ്റ് ഇങ്ങനെ ലൂപ്പ് വൈസായിട്ട് ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇൻറ്റേർണൽ ലിക്വിഡിറ്റി, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ മാർക്കറ്റ് ലോ തന്നു, ഹൈ തന്നു, ലോ തന്നു, ഹൈ തന്നു. ഇവിടെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റീസും ക്രിയേറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, ഇത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചാർട്ടിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, സ്റ്റാറ്റിക് ലിക്വിഡിറ്റി refers to the specific zone in the market where large pool of money is resting, such as stop losses, buy or sell orders. When a trader gets stopped out of a position, the market absorbs the fund associated with that stop loss. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ കീ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വി യൂസ് ലിക്വിഡിറ്റി സ്വീപ്പ് ആസ് എ കൺഫർമേഷൻ ഫാക്ടർ. ദ ഐഡിയ ഈസ് സിമ്പിൾ. മാർക്കറ്റ് റിക്വയർസ് ലിക്വിഡിറ്റി ഫോർ മൊമെൻറ്റം. ഇഫ് ദ പ്രൈസ് ഡസൻ സ്വീപ്പ് ലിക്വിഡിറ്റി ബിഫോർ എ കീ ലെവൽ, ഇറ്റ് ഓഫൺ യൂസസ് ദ സോൺ ആസ് ലിക്വിഡിറ്റി ടു ഫ്യൂവൽ ഇറ്റ്സ് മൊമെൻറ്റം. അതായത് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് സ്റ്റാറ്റിക് ലിക്വിഡിറ്റി റേഞ്ചസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ലിക്വിഡിറ്റി പൂള് മാർക്കറ്റ് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് പമ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ലിക്വിഡിറ്റി എടുക്കാണ്ട് മാർക്കറ്റ് പമ്പ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ഹൈ ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റം മാർക്കറ്റ് തരത്തില്ല. അപ്പോൾ ലിക്വിഡിറ്റിയുടെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഇവിടെ മെയിനായിട്ടും ഈ ഒരു സ്റ്റാറ്റിക് ലിക്വിഡിറ്റിയിൽ മെയിനായിട്ടും മാർക്കറ്റ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് പമ്പ് ചെയ്യുന്നു, ഓരോരോ കാരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വർക്കാവുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ബിലോ ഈക്വൽ, ഓക്കെ, ഈക്വൽ ലോ അതുപോലെ തന്നെ ഈക്വൽ ഹൈസ്. അതായത് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഹൈയും, ഓക്കെ, ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ എന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഈക്വൽ ലോസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഈക്വൽ ലോ സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയസിന് ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഈക്വൽ ഹൈസ്, മാർക്കറ്റ് ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു പോകുന്ന മാർക്കറ്റ് ഈക്വൽ ഹൈസ് തരുന്നു. ഓക്കെ, ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ പല ടൈപ്പ് എൻട്രികൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, വെയിൽ സ്കൂപ്പ് എൻട്രി മോഡലാണെങ്കിലും, അല്ലെങ്കിൽ ലിക്വിഡിറ്റിയെ പറ്റി നമ്മളൊരു അൾട്ടിമേറ്റ് ലിക്വിഡിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ചാർട്ട് സഹിതം അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്, അത് നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈക്വൽ ലോസ് അതുപോലെ തന്നെ ഈക്വൽ ഹൈസ്
ഓക്കെ, ഇനി നെക്സ്റ്റ് എബോ സ്വിങ് ഹൈ അതുപോലെ തന്നെ ബിലോ സ്വിങ് ലോ. ഓക്കെ, എബോ സ്വിങ് ഹൈ ബിലോ സ്വിങ് ലോ എന്ന് പറയുമ്പം ഇതുപോലുള്ള റേഞ്ചുകൾ, ഇവിടെ നിങ്ങൾക്കൊരു സ്വിങ് ലോ കാണാം, ഇവിടെ ഒരു സ്വിങ് ഹൈ ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ റേഞ്ചുകളും എന്തിന് ഉദാഹരണമാണ്? സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ബിലോ ഓർ എബോ ഡൈനാമിക് ട്രെൻഡ് ലൈൻസ് ആൻഡ് ചാനൽസ്. അതായത് ഡൈനാമിക് ട്രെൻഡ് ലൈൻ എന്താണ്? ഡൈനാമിക് ട്രെൻഡ് ലൈൻ, നമ്മളൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ മാർക്കറ്റ് പലതവണ ആ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാരലൽ ചാനൽസ്. ഓക്കെ, ചാനൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മാർക്കറ്റ് രണ്ട് റേഞ്ചിനകത്ത്, ഓക്കെ, രണ്ട് ട്രെൻഡ് ലൈനകത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ചാനലിനകത്ത് മാർക്കറ്റ് കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പം ഇതും എന്ത് ഉദാഹരണമാണ്? ഒരു സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയയ്ക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻസൈഡ് ദ ഓർഡർ ബ്ലോക്ക്. എന്താണ് ഇൻസൈഡ് ദ ഓർഡർ ബ്ലോക്ക്? അതായത് മാർക്കറ്റ് ഒരു ഹൈയും ലോയും തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്ത് പോകുന്ന മാർക്കറ്റ്. ഓക്കെ, മുകളിലോട്ട് പമ്പ് ചെയ്ത് പോകുന്ന മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് വരും. ഇങ്ങനെ മൂവ്മെൻറ്റ് തന്നിട്ട് ഇവിടെ കാണുന്ന പോലൊരു മൂവ്മെൻ്റ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഹൈ തന്നിട്ടുണ്ട്, ഇവിടെ ലോ തന്നിട്ടുണ്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കും ഉണ്ട്. മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തേക്കുന്ന ഈ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിലാണ്. ഇവിടെ എന്താണ്? ഇവിടെ ട്രാപ്പാണ്. ഓക്കെ, ഇൻഡ്യൂസ്മെൻ്റ് ആണ്, ട്രാപ്പാണ്. എന്തിനാണ് ട്രാപ്പ്? മാർക്കറ്റിന് മുകളിലോട്ട് പമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്രാപ്പ്. ആ ട്രാപ്പിലാണ് നമ്മൾ പലരും പോയി വീഴുന്നത്. ഓക്കെ, പല ബിഗിനർ ട്രേഡേഴ്സും പോയി വരുന്ന ഈ ഒരു ട്രാപ്പിനകത്താണ്. ഓർഡർ ബ്ലോക്ക് വെക്കുന്നു, എൻട്രി പുഷ് ചെയ്യുന്നു. ഓക്കെ, എന്നാൽ പ്രോഫിറ്റ് ഒന്നും വരുന്നുമില്ല. കാരണം എന്താണ്? ഈ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റിനെ പറ്റി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസൈഡ് ദ ഓർഡർ ബ്ലോക്ക് എന്തിനു ഉദാഹരണമാണ്? സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് ബിലോ ഓർ എബോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. നിങ്ങൾക്കറിയാം സപ്പോർട്ടും റെസിസ്റ്റൻസും. ഓക്കെ, ഇവിടെ മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ മാർക്കറ്റ് എന്താണ്? സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് 3-4 പ്രാവശ്യം ഈ സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും അകത്ത് കിടന്ന് മാർക്കറ്റ് ഓടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ബിലോ, ഓക്കെ, സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും, ഓക്കെ, അതായത് ബിലോ ഓർ എബോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എന്തിന് എക്സാമ്പിളാണ്? സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻ ദ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽസ്. ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽസ് എന്തിന് ഉദാഹരണമാണ്? സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസിന് എക്സാമ്പിളാണ്. നമുക്കറിയാം ഈ ഒരു ഫിബ് ടൂൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല റേഞ്ചിലും മാർക്കറ്റ് വന്ന് റെസ്പെക്റ്റ് ചെയ്ത് പമ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതെന്തിന് ഉദാഹരണമാണ്? ഈ സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസിന് ഉദാഹരണമാണ്. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഫിബ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ഉപയോഗിക്കേണ്ട രീതിയിൽ ഫിബ് യൂസ് ചെയ്യുമ്പോൾ, ഓക്കെ, അപ്പോൾ ഈ ഫിബ് വെച്ചിട്ട് നമ്മൾ OTE അല്ലെങ്കിൽ OTZ, ഒപ്റ്റിമൽ ട്രേഡിംഗ് സോൺ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി, ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്തായത് ഗോൾഡൻ സോണിൽ എൻട്രി എടുക്കുക. ഓക്കെ, അതൊക്കെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവിടെ അത്രയും പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് പെൻഡിങ് ഓർഡേഴ്സ് വന്നു? ഇതൊരു സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബിലോ ഈക്വൽ ലോ, എബോ ഈക്വൽ ഹൈ പറഞ്ഞു, അതുപോലെ തന്നെ സ്വിങ് ഹൈ ബിലോ സ്വിങ് ലോ പറഞ്ഞു, ബിലോ ഓർ എബോ ഡൈനാമിക് ട്രെൻഡ് ലൈൻ ആൻഡ് ചാനൽസ് പറഞ്ഞു, അതുപോലെ തന്നെ ഇൻസൈഡ് ദ ഓർഡർ ബ്ലോക്സ് പറഞ്ഞു, അതുപോലെ തന്നെ ബിലോ ഓർ എബോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ പറഞ്ഞു, അതുപോലെ തന്നെ ഇൻ ദ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ലെവൽസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നിയർ ഡെയിലി ക്യാൻഡിൽസ് ബോഡി ആൻഡ് വിക്ക്. ഓക്കെ, ഇതും എന്തിന് എക്സാമ്പിളാണ്? ഈ സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസിന് എക്സാമ്പിളാണ്. അപ്പം ഇങ്ങനെയുള്ള ഏരിയാസിലാണ് എന്തുള്ളത്? പെൻഡിങ് ഓർഡേഴ്സ് ഉള്ളത്. ഓക്കെ, ആ ഒരു ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, എൻട്രികൾ പുഷ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓർഡർ ബ്ലോക്സിൻ്റെ കാര്യം. ഈ ഓരോ ഓർഡർ ബ്ലോക്സിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ എന്താണ് ഇൻസൈഡ് ദ ഓർഡർ ബ്ലോക്ക്? ഇൻസൈഡ് ദ ഓർഡർ ബ്ലോക്കിൽ എന്താണ്? സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസിന് എക്സാമ്പിളാണ്. എന്തുകൊണ്ട്? ആ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അവിടെ അത്രയും ഓർഡേഴ്സ് ഉണ്ട്, ആ റേഞ്ചിൽ അത്രയും ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓർഡേഴ്സ് വരാനുള്ള കാര്യം എന്താണ്? മാർക്കറ്റ് പല രീതിയിൽ മാർക്കറ്റ് ട്രാപ്പ് ചെയ്യുന്നുണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് അവിടെ അത്രയും ഓർഡേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നു. ആ ഓർഡേഴ്സ് എടുത്തുകൊണ്ട് മാർക്കറ്റ് പമ്പ് ചെയ്യുന്നു. ഓക്കെ, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കിയതിന് ശേഷം ഓർഡർ ബ്ലോക്ക്, ഇൻസൈഡ് ദി ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് എത്തുന്നു, മാർക്കറ്റ് പമ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതും എന്തിന് ഉദാഹരണമാണ്? സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ഏരിയാസിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡൈനാമിക് ലിക്വിഡിറ്റിയുടെ കാര്യം പറഞ്ഞു. എന്തൊക്കെയാണ്? ഇൻറ്റേർണൽ റേഞ്ച് ആയിട്ടുള്ള FEGസും അതുപോലെ തന്നെ എക്സ്റ്റേണൽ റേഞ്ചസ് ആയിട്ടുള്ള ഹൈയും ലോയും എക്സ്ട്രീം. ഓക്കെ,
ഇനി നെക്സ്റ്റ് കാര്യം, പ്രാക്ടിക്കൽ ലിക്വിഡിറ്റി പാറ്റേൺസ് ആൻഡ് സിനാരിയോസ്. അതായത് പ്രാക്ടിക്കലായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ, ഈക്വൽ ലോ, അതുപോലെ തന്നെ ഈക്വൽ ഹൈ. ഈക്വൽ ലോ അല്ലെങ്കിൽ ഈക്വൽ ഹൈസ് ഓക്കെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഒരു കണക്കിന് പറഞ്ഞാൽ ഈക്വൽ ഹൈസ് അല്ലെങ്കിൽ ഈക്വൽ ലോസ് പല ട്രേഡേഴ്സും, റീറ്റെയിൽ ട്രേഡേഴ്സ് പലരും ട്രാപ്പിലാവുന്ന ഒരു ഏരിയയാണ്. പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈക്വൽ ലോ അല്ലെങ്കിൽ ഈക്വൽ ഹൈ എന്താണ്? ഒരു ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ട്രിപ്പിൾ ബോട്ടം ആകാം അല്ലെങ്കിൽ ട്രിപ്പിൾ ടോപ്പ് ആവാം. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വരാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈക്വൽ ലോ. ഈക്വൽ ലോ എന്തിന് എക്സാമ്പിളാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാറ്റിക് ലിക്വിഡിറ്റീസിന് എക്സാമ്പിളാണ് ഈക്വൽ ലോസും ഈക്വൽ ഹൈസും. ഇതെങ്ങനെ യൂസ് ചെയ്യാം? ഓക്കെ, നമ്മൾ മറ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഡബിൾ ടോപ്പ്, ഓക്കെ, അല്ലെങ്കിൽ ട്രിപ്പിൾ ബോട്ടം അല്ലെങ്കിൽ ട്രിപ്പിൾ ടോപ്പ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന രീതികൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ഈക്വൽ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ ബോട്ടം ആയിട്ട് എടുക്കും. അതായത് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന മാർക്കറ്റ്, ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്ന് മൂവ് ചെയ്യുന്ന മാർക്കറ്റിൽ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആവണമെങ്കിൽ ഇവിടെ എന്ത് വേണം? ഇൻഎഫിഷ്യൻസി വേണം. അങ്ങനെ ഇൻഎഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, അതായത് അവിടെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്, ഇൻഎഫിഷ്യൻസി ഉണ്ട്, സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. സോ നമ്മളിവിടെ ഒരു ഡിമാൻഡ് സോൺ നമുക്ക് കിട്ടി. ആ ഏരിയയ്ക്ക് ഡിമാൻഡ് ഉണ്ടായതുകൊണ്ടാണ് ഇൻഎഫിഷ്യൻസിയോട് കൂടി മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്ത് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ആയത്. ഓക്കെ, അങ്ങനെ ഹയർ ഹൈ ക്രിയേറ്റ് ആയതിനു ശേഷം മാർക്കറ്റ് ഒരു ഈക്വൽ ലോ തരുക. അങ്ങനെ ഈക്വൽ ലോ എന്തിന് എക്സാമ്പിളാണ്? ഈ ഒരു സ്റ്റാറ്റിക് ലിക്വിഡിറ്റിക്ക് എക്സാമ്പിളാണ്. എന്തിന് എക്സാമ്പിളാണ്? സ്റ്റാറ്റിക് ലിക്വിഡിറ്റിക്ക് എക്സാമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ലോയ്ക്ക് താഴെ എന്ത് കാണും? പെൻഡിങ് ഓർഡേഴ്സ് കാണും. എന്നാൽ മാർക്കറ്റ് ഈക്വൽ ലോയ്ക്ക് താഴോട്ട് ഇറങ്ങിയിട്ടല്ലേ മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്യത്തുള്ളൂ. അതൊരു ലോജിക്കാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈക്വൽ ലോ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആ ഒരു ഈക്വൽ ലോ അവിടെ ക്രിയേറ്റ് ആയാൽ അതിന് താഴെ എന്തുണ്ട്? അതൊരു ലിക്വിഡിറ്റി പൂളാണ്. ഓക്കെ, അതായത് സ്റ്റോപ്പ് ലോസ്, പല റീറ്റെയിൽ ട്രേഡേഴ്സിനെ സ്റ്റോപ്പ് ലോസ് അടിച്ച ഏരിയയാണ്. അവിടെ അത്രയും ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, ഓർഡേഴ്സ് ഉണ്ട്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം കൂടി നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ഇൻഎഫിഷ്യൻസിയും കാര്യങ്ങളും ഡിമാൻഡ് സോണും എല്ലാം ക്രിയേറ്റ് ആയി ഇവിടെ ഒരു ഈക്വൽ ലോയും ഉണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ആകുമ്പം പല ട്രേഡേഴ്സും, ചില ട്രേഡേഴ്സ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലോട്ട് എൻട്രി പുഷ് ചെയ്യും. മറ്റ് ചില ട്രേഡേഴ്സ് ഇവിടുന്ന് ബ്രേക്ക് ആകുമ്പം താഴോട്ട് എൻട്രി പുഷ് ചെയ്യും. ഓക്കെ, ഇവിടെ നടക്കുന്ന കാര്യം മാർക്കറ്റ് മാനിപ്പുലേഷനാണ്. അതായത് മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അതായത് ഇവിടെ പരമാവധി സ്റ്റോപ്പ് ലോസുകൾ അടിപ്പിക്കുന്നു. ഓക്കെ, അതായത് ചില ട്രേഡേഴ്സ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് നെക്സ്റ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നവർ, അതുപോലെ തന്നെ ഇവിടെ ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ എൻട്രി എടുക്കുന്നവർ. ഓക്കെ, ചിലപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ജസ്റ്റ് താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നവർ, അങ്ങനെ പല രീതിയിൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പിലാക്കും. ഇവിടെ ഈക്വൽ ലോ ക്രിയേറ്റ് ആയെങ്കിൽ എന്താണ്? നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലിക്വിഡിറ്റിയും കാര്യങ്ങളും അറിയാവുന്നവരാണെങ്കിൽ അതിന് താഴെയായിട്ട് ലിക്വിഡിറ്റി പൂളാണ്, പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട്. അങ്ങനെ ആ ഒരു പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് എൻട്രി എടുക്കുന്നവർ, അല്ലെങ്കിൽ മാർക്കറ്റ് വന്ന് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നവർ, പല രീതിയിൽ ബൈ ഓർഡേഴ്സ് എടുക്കുന്നവർ. ഓക്കെ, അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരുടെ അല്ലെങ്കിൽ ഇത്രയും റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ബാങ്ക്സുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അത്രയും സ്റ്റോപ്പ് ലോസ് അവിടെ അടിക്കുന്നു. അത്രയും സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എന്താണ്? അവിടെ ഒരു ലിക്വിഡിറ്റി പൂളാണ്. ഓർഡേഴ്സ് കിടക്കുന്നത് ഈ ഒരു ഈക്വൽ ലോയ്ക്ക് താഴെയാണ്. ഓക്കെ, അങ്ങനെ ഈക്വൽ ലോയ്ക്ക് താഴെ ആകുമ്പോൾ മാർക്കറ്റ് താഴോട്ടിറങ്ങി വരണ്ടേ? ആ ഒരു ഡിമാൻഡ് സോണിൻ്റെ ആ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്തണ്ടേ? ഓക്കെ, അല്ലെങ്കിൽ അത്രയും മാർക്കറ്റ് ആ ഇൻഎഫിഷ്യൻസി ഉണ്ടായ ഈ റേഞ്ചിലോട്ട് മാർക്കറ്റ് എത്തണ്ടേ? അവിടെ നിന്ന് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടല്ലേ മാർക്കറ്റ് മുകളിലോട്ട് പോകേണ്ടത്. ഈ രീതിയിൽ നമ്മൾ ലിക്വിഡിറ്റിയെ പറ്റി അധികം ഇങ്ങനെ പഠിച്ചു പോകുമ്പം നമുക്കൊരു ലോജിക്ക് ഉണ്ടാവും. ഓക്കെ, എവിടെ ഓർഡേഴ്സ് ഉണ്ട് എന്നുള്ളൊരു ലോജിക്ക് ഉണ്ടാവും. അതുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല എൻട്രീസ് എടുക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ട്രേഡിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് തന്നു, ബ്രേക്കിൽ എൻട്രി എടുക്കുന്നവർ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്നവർ, ഓക്കെ, അങ്ങനെ
പല രീതിയിൽ എൻട്രി എടുക്കുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസുകളെല്ലാം ഹിറ്റായതിനു ശേഷം മാർക്കറ്റ് എങ്ങോട്ടിറങ്ങും? ആ ഒരു ഡിമാൻഡ് സോണിലോട്ട് എത്താനാണ് ചാൻസ് കൂടുതൽ. ഡിമാൻഡ് സോണിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് സോണിനെ റെസ്പെക്റ്റ് ചെയ്യും. കാരണം ഈക്വൽ ലോ ക്രിയേറ്റ് ആയി പല രീതിയിൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അത്രയും ഓർഡേഴ്സ് അവിടെ താഴെയുണ്ട്. ആ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ഉറപ്പായ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഒരു ഈക്വൽ ലോ. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് എൻട്രി പുഷ് ചെയ്യുക. ഇതാണ് ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കൂടി ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതൊരു ചാർട്ടാണ്. ഈ പറഞ്ഞ കാര്യം ചാർട്ടിൽ ഓക്കെ, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം തന്നു. അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്നൊരു മാർക്കറ്റ്. ഈ അപ് ട്രെൻഡിൽ മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ഇവിടെ ഇന്നെഫിഷ്യൻസി ഉണ്ട്. ഓക്കെ, മാർക്കറ്റ് എന്ത് തന്നു? ഒരു FEGയും കാര്യങ്ങളൊക്കെ തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും FEGസും കാര്യങ്ങളും തന്ന് മാർക്കറ്റ് മുകളിലോട്ട് പമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയില്ലേ? ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഡിമാൻഡാണ്. ഓക്കെ, സോ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒന്നും മാർക്കറ്റ് ഈക്വൽ ലോസ് ക്രിയേറ്റ് ചെയ്തു. എന്ത് ചെയ്തു? മാർക്കറ്റ് ഈക്വൽ ലോസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈക്വൽ ലോ ക്രിയേറ്റ് ആയാൽ മാർക്കറ്റ് താഴോട്ടിറങ്ങാനാണ് മോർ ചാൻസ്. മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് നെക്സ്റ്റ് ആ ഒരു ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകാനാണ് ചാൻസ്. മാർക്കറ്റ് അങ്ങനെ മൂവ് ചെയ്യൂ. കാര്യം ഓർഡേഴ്സ് കിടക്കുന്ന താഴെയാണ്. ഇവിടുന്ന് മാർക്കറ്റിന് മൂവ് ചെയ്യാനുള്ള അത്രയും ഓർഡേഴ്സ് ഇല്ല, അത്രയും ലിക്വിഡിറ്റി ഇല്ല. ഓക്കെ, കാര്യം ലിക്വിഡിറ്റി ഉള്ള സ്ഥലം തേടിപ്പോവുക എൻട്രി എടുക്കാൻ. ഓക്കെ, ഇവിടെ എന്താണ്? ഇൻഡ്യൂസ്മെൻ്റ് ആണ്. കാര്യം മാർക്കറ്റിന് മുകളിലോട്ട് പമ്പ് ചെയ്യാൻ അവിടെ ഫ്യൂവലില്ല. ഓക്കെ, ആ ഫ്യൂവൽ കിടക്കുന്നത് ഈക്വൽ ലോയ്ക്ക് താഴെയായിട്ടാണ്, അല്ലെങ്കിൽ ഈക്വൽ ഹൈക്ക് മുകളിലായിട്ടാണ്. ഓക്കെ, ഇവിടെ മാർക്കറ്റ് അപ് ട്രെൻഡ് ആയതുകൊണ്ട് ആ ഒരു ഈക്വൽ ലോ മാർക്കറ്റ് ക്രിയേറ്റ് ആയി. സോ മാർക്കറ്റിൽ ആ ഒരു ഓർഡേഴ്സും കാര്യങ്ങളും ഉള്ളത് താഴെയാണ്. സോ മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്തു. മാർക്കറ്റ് മുകളിലോട്ട് റോക്കറ്റ് പോലെ പമ്പ് ചെയ്തു. ഓക്കെ, അപ്പം ഇത് ഈക്വൽ ലോ അല്ലെങ്കിൽ ഡബിൾ ബോട്ടത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി സോൺ ഈസ് സേഫർ ടു ട്രേഡ് ആൻഡ് മോർ ലൈക്ലി ടു ബി റെസ്പെക്റ്റഡ് ബൈ പ്രൈസ്? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ പലരും ചോദിക്കാം എന്തുകൊണ്ട് ഈ ഒരു റേഞ്ചിൽ എൻട്രി പുഷ് ചെയ്തുകൂടാ, താഴെ എന്തുകൊണ്ട് എൻട്രി പുഷ് ചെയ്തു? ഞാൻ ഇതിനുള്ള ആൻസർ ഞാൻ ഇപ്പം നേരത്തെ ഈ ചാർട്ട് തന്നെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. കാര്യം എന്താണ്? അവിടെ മാർക്കറ്റിന് മുകളിലോട്ട് പമ്പ് ചെയ്യാൻ എന്തില്ല? ലിക്വിഡിറ്റി ഇല്ല. നമ്മൾ കുറേ ലിക്വിഡിറ്റിയുടെ കാര്യം പറഞ്ഞു. ആ ഒരു ലിക്വിഡിറ്റിയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, മാർക്കറ്റ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് സോണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കുറച്ച് ആ ഒരു സ്റ്റാറ്റിക് ലിക്വിഡിറ്റി അല്ലേ, ഈക്വൽ ഹൈ അല്ലെങ്കിൽ ഈക്വൽ ലോ, പാരൽ ചാനൽസ്, ട്രെൻഡ് ലൈൻസ്. ഓക്കെ, ട്രെൻഡ് ലൈൻസ് അതുപോലെ തന്നെ പല കാര്യങ്ങളും. ഓക്കെ, നമ്മളൊരു 7ഓളം ലിക്വിഡിറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കറ്റിന് മുകളിലോട്ട് പമ്പ് ചെയ്യാൻ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് മുകളിലോട്ട് മാർക്കറ്റിന് പമ്പ് ചെയ്യാൻ എന്തില്ല? ലിക്വിഡിറ്റി ഇല്ല. ഓക്കെ, പെൻഡിങ് ആ ഒരു ഓർഡേഴ്സ് ഇല്ല. ഓക്കെ, മാർക്കറ്റിന് മൂവ് ചെയ്യാൻ അത്രയും ഓർഡേഴ്സ് ഇല്ല. ഈക്വൽ ലോ ക്രിയേറ്റ് ആയി. മാർക്കറ്റ് എന്തായി? അത്രയും ഓർഡേഴ്സ് ആ ഒരു ഈക്വൽ ലോയ്ക്ക് താഴെയായിട്ട് കാണും. സോ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മുകളിലോട്ട് നമുക്ക് എൻട്രി പുഷ് ചെയ്യാം. അതാണ് ഈക്വൽ ലോയുടെ ആ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രിപ്പിൾ ബോട്ടവും ഡബിൾ ബോട്ടവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ മാർക്കറ്റ് ഒരു 3 പ്രാവശ്യം വന്ന് ഈക്വൽ ലോ തന്നിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഒരു ട്രിപ്പിൾ ബോട്ടമൊക്കെ തരുവാണെങ്കിൽ അത്രത്തോളം മാർക്കറ്റ് എന്താണ് റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. ഓക്കെ, അങ്ങനെ മാർക്കറ്റ് ഒരു ട്രിപ്പിൾ ബോട്ടമൊക്കെ തന്നാൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ആ ഒരു ട്രിപ്പിൾ ബോട്ടത്തിന് താഴെ വന്നാൽ അതൊരു ഡിമാൻഡ് ഏരിയ ആയാൽ മാർക്കറ്റ് അത്രത്തോളം പമ്പ് ചെയ്യുമെന്നാണ് മറ്റൊരു ലോജിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലോട്ട് വരിക, എൻട്രികൾ എടുക്കുക. ഓക്കെ, അതായത് ഇവിടെ എൻട്രി എടുക്കുന്നവർക്ക് എന്താണ്? SL അടിക്കും. ഓക്കെ, SL അടിക്കുമ്പോൾ എന്താണ്? അത്രത്തോളം ഓർഡേഴ്സ് ഉണ്ടാവും അവിടെ. ഓക്കെ, ആ ഒരു ഓർഡേഴ്സിനെ മാർക്കറ്റ് ഡിമാൻഡുള്ള ഏരിയയിൽ നിന്ന് വന്ന് എടുത്തിട്ട് മുകളിലോട്ട് പമ്പ് ചെയ്തു പോകും. ഓക്കെ, അതാണ് ഈ ഒരു ട്രിപ്പിൾ ബോട്ടത്തിൻ്റെ ആ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. കാര്യം ആ ട്രിപ്പിൾ ബോട്ടത്തിന് താഴെ എന്തുണ്ട്? ലിക്വിഡിറ്റി പൂളാണ്. മാർക്കറ്റ് അത്രയും മൊമെൻറ്റം മാർക്കറ്റ് തരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയാൻ ഇല്ല, നമ്മളിവിടെ ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ട്രിപ്പിൾ ടോപ്പ് ഇവിടെ നമ്മൾ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഈക്വൽ ഹൈസ് കാണാം, ഇവിടെ ഈക്വൽ ഹൈസ് കാണാം. മാർക്കറ്റ് 3 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 2 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, അത് തന്നെ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം അത്രത്തോളം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അത്രയും ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഞാൻ സ്റ്റാറ്റിക് ലിക്വിഡിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ കാര്യമാണ് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി അല്ലെങ്കിൽ പാരലൽ ചാനൽ. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ മാർക്കറ്റ് എന്ത് തന്നിട്ടുണ്ട്? ഹൈ തന്നിട്ടുണ്ട്, ലോ തന്നിട്ടുണ്ട്, ഹയർ ഹൈ തന്നു. ദെൻ മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇവിടെ എന്ത് ക്രിയേറ്റ് ആയി? ലിക്വിഡിറ്റി. എന്താണ്? ലിക്വിഡിറ്റി ഉണ്ട് താഴെ. ഇവിടെ നിങ്ങൾക്ക് ആകാം മാർക്കറ്റ് ഹൈ തന്നു, ലോവർ ലോ വന്നു. ഓക്കെ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മസ്റ്റാണ് കേട്ടോ. എന്നാലേ മാർക്കറ്റിൽ ഇവിടെ ഇൻഎഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഡിമാൻഡ് ഏരിയ ആവത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്ലൈ ഏരിയ ആവത്തുള്ളൂ. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ത് കാണാം? മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് ഒരു 5-6 പ്രാവശ്യം ടാപ്പ് ചെയ്തു, മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് കുറേ പ്രാവശ്യം മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് കാര്യം, ഇങ്ങനെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു. ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരുന്നുണ്ട്. പക്ഷേ ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് അത്രത്തോളം ആ ഒരു പവറില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒന്നും മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് വന്നിട്ടാണ് നെക്സ്റ്റ് ഒരു ഹൈ ക്രിയേറ്റ് ആയത്. നെക്സ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, പക്ഷേ മൂവ്മെൻറ്റ് വളരെ കുറവാണ്. നെക്സ്റ്റ് പിന്നെയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, മൂവ്മെൻറ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇവിടെയും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, മൂവ്മെൻറ്റ് വളരെ കുറവാണ്. ഇതുപോലെ തന്നെ ഇവിടെയും. ഓക്കെ, മാർക്കറ്റ് ഫസ്റ്റ് ഹൈ തന്നിട്ട് ലോവർ ലോ വന്നപ്പോൾ നല്ല ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് മാർക്കറ്റ് തന്നു. പക്ഷേ ശേഷം മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളും തരുമ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് വളരെ കുറവാണ്. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയാൽ അതിനർത്ഥം എന്താണ്? ആ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റിക് ലിക്വിഡിറ്റി എക്സാമ്പിളാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഇങ്ങനെ ടാപ്പ് ചെയ്ത് പോയാൽ എന്താണ് അവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു ലോജിക്ക് എന്താണ്? ആ ഒരു ട്രെൻഡ് ലൈനിന് താഴെയായിട്ട് എന്തുണ്ട്? ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ്, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ അത്രത്തോളം ബൈ ഓർഡേഴ്സ് അവിടെ ഉണ്ട്. അങ്ങനെ അത്രയും ബൈ ഓർഡേഴ്സ് ഇന്ത്യയിൽ മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് ഏരിയയെ അല്ലെങ്കിൽ മാർക്കറ്റ് ആ ഒരു സപ്ലൈ ഏരിയയെ റെസ്പെക്റ്റ് ചെയ്യാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതായത് ഇവിടുന്ന് പിന്നെയും എൻട്രി എടുക്കുന്നവർ, ഇവിടുന്ന് പിന്നെയും എൻട്രി എടുക്കുന്നവരെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇവിടെ അടിക്കുന്നുണ്ട്. ഓക്കെ, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സ് സ്റ്റോപ്പ് ലോസ്, അതായത് ലിക്വിഡിറ്റി പൂൾ. മാർക്കറ്റ് ഇത്രയും പ്രാവശ്യം ഈ ഒരു ഏരിയ റെസ്പെക്റ്റ് ചെയ്യുന്നു, മാർക്കറ്റ് താഴോട്ട് വരുന്നു. ഓക്കെ, അതായത് ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് മാനിപ്പുലേറ്റ് ആവുക. ഓക്കെ, അതായത് ബാങ്ക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ അവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റാകുന്നു. ഇത് വളരെ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈന് താഴെയായിട്ട് എന്തുണ്ട്? ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ എന്തുണ്ട്? സ്റ്റോപ്പ് ലോസുകളുണ്ട്. സോ മാർക്കറ്റ് ആ ഒരു ഡിമാൻഡ് ഏരിയ ഒന്ന് റെസ്പെക്റ്റ് ചെയ്താൽ മാർക്കറ്റ് ഉറപ്പായിട്ടും മാർക്കറ്റ് പമ്പ് ചെയ്തിരിക്കും. കാര്യം എന്താണ്? ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് ബാങ്കുകളുടെ ഫുട് പ്രിൻ്റ് എടുക്കുക, അതിൻ്റെ കൂടെ സഞ്ചരിക്കുക. അതാണ് കറക്റ്റ് പ്രൊഫഷണലിസം. ആ രീതിയിൽ ട്രേഡ് എടുത്താൽ ഉറപ്പായിട്ടും എന്തുണ്ടാവത്തില്ല? സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവത്തില്ല. ഓക്കെ, അത്രയും പ്രൊഫഷണലായിട്ട് എൻട്രി എടുക്കുക. അതായത് പ്രൊഫഷണലായിട്ട് എൻട്രി എടുക്കുക എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു ലിക്വിഡിറ്റി വാച്ച് ചെയ്തെടുക്കുക, വാച്ച് ചെയ്തെടുക്കുക, അത്രയും പ്രൊഫഷണൽ ആവുക, അത്രയും എൻട്രി എടുക്കുക. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റീസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് സപ്ലൈ കാണാം. ഇവിടെ എന്തുണ്ട്? ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് പോകുന്നു. ഇവിടെയൊക്കെ അതായത് നമ്മളുടെ ആ ഒരു ട്രേഡിൻ്റെ വിൻ റേറ്റ് കൂടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് എന്താണെന്നറിയാമോ? ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷം മാർക്കറ്റിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കുറഞ്ഞു വരുന്നു. ഞാൻ ഇതിനിടയിൽ പറഞ്ഞായിരുന്നു, പക്ഷേ അത് ക്ലിയർ ആയിട്ട് കേട്ടിരിക്കുന്നവർ ആ രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്കറ്റിൻ്റെ ആ ഒരു ഹൈ മൊമെൻ്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ലിക്വിഡിറ്റി പൂളാണ്, റീറ്റെയിൽ ട്രേഡേഴ്സ് സ്റ്റോപ്പ് ലോസുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഇതിന് മുകളിലായിട്ട് ലിക്വിഡിറ്റി പൂളാണ്. ഓക്കെ, നെക്സ്റ്റ് മാർക്കറ്റ് ആ ഒരു സപ്ലൈ ഏരിയ മാർക്കറ്റ് ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? അത്രയും മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയിൽ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞ സ്റ്റാറ്റിക് ലിക്വിഡിറ്റിയിൽ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ്
അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് എൻട്രി എടുത്ത് നമുക്ക് എവിടെ വെക്കാം, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഡിമാൻഡ് സോണിന് താഴെയായിട്ട് നമുക്ക് വെക്കാം, ടേക്ക് പ്രോഫിറ്റ് അവിടെ കൊണ്ടുവെക്കാം, ആ ഒരു ലാസ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ കൊണ്ടുവെക്കാം. പക്ഷേ മാർക്കറ്റ് അതിലും നല്ലപോലെ മൂവ്മെൻറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അത് നമ്മൾ മുകളിലുള്ള ഇവിടെ ഈ ഡിമാൻഡ് ഏരിയ നമ്മൾ മുകളിലോട്ട് എൻട്രി പുഷ് ചെയ്യുമ്പോൾ ഈ റേഞ്ചിലൊക്കെയുള്ള, അതായത് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷമുള്ള ആ ഒരു സപ്ലൈ ഏരിയകൾ നമ്മൾ വാച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മൾ എവിടെ പ്രോഫിറ്റ് എടുക്കണം എന്നുള്ള കാര്യം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ടേക്ക് പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു റേഞ്ചായിട്ട് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് അടുത്ത നെക്സ്റ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഏരിയകൾ വാച്ച് ചെയ്യുക. ഓക്കെ, ലിക്വിഡിറ്റി അനുസരിച്ച് വാച്ച് ചെയ്യുക, നല്ല എൻട്രികൾ പുഷ് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഓരോ ഡൈനാമിക് ലിക്വിഡിറ്റി ആണെങ്കിലും സ്റ്റാറ്റിക് ലിക്വിഡിറ്റി ആണെങ്കിലും അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് ഇതുപോലെയുള്ള ഓർഡർ ബ്ലോക്സുകളിലും കാര്യങ്ങളിലും ഒക്കെ എൻട്രി പുഷ് ചെയ്താൽ അത്രത്തോളം മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് പമ്പ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ ട്രേഡിൻ്റെ വിൻ റേറ്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഒരു ട്രേഡ് എടുക്കുന്നതിന് പുഷ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ട്രേഡിന് എത്രത്തോളം വിൻ റേറ്റ് കൂടുതലാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അത്രയും വിൻ റേറ്റ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിൽ ഇറങ്ങുക. ഓക്കെ, നല്ല ട്രേഡ്സ് എടുക്കുന്നതും ചില ട്രേഡ്സുകൾ അവോയ്ഡ് ചെയ്യുന്നതും നമ്മളെ കഴിവാണ്. ഓക്കെ, അപ്പം ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കോട് വീണ്ടും കാണാം. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.